അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരിക്കൽ ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്ന്, അള്ളാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നീ എന്താണ് പറയുന്നത്, ഓർമ്മിച്ച് പറയുക എന്നതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചപ്പോൾ വീണ്ടും അദ്ദേഹം ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്രകാരം 3 പ്രാവശ്യം തങ്ങൾ പറയുകയും അദ്ദേഹം അതേ വാചകം തന്നെ ആവർത്തിച്ച് പറയുകയും ചെയ്തപ്പോൾ, എന്നാൽ നീ ദാരിദ്ര്യമാകുന്ന പുടവ ധരിക്കുന്നതിനായി തയ്യാറായിക്കൊള്ളുക. വെള്ളം കുഴിയുടെ ഭാഗത്തേക്ക് ഒഴുകിപ്പോകുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നവരിലേക്ക് ദാരിദ്ര്യം ഓടിയെത്തുന്നതാണ് എന്ന് തങ്ങൾ പറഞ്ഞു. ഇതേ കാരണത്താൽ തന്നെയാണ് സ്വഹാബാക്കളായ മഹാത്മാക്കൾ അധിക പേരും ദാരിദ്ര്യത്തിലും ഞെരുക്കത്തിലും കഴിഞ്ഞുകൂടിയത്. അതുപോലെ തന്നെ മുഹദ്ദിസീങ്ങളും സൂഫിയാക്കളും ഫുഖഹാക്കളായ ആലിമീങ്ങളും അധികമായും സമ്പത്തില്ലാതെ തന്നെ കഴിഞ്ഞുകൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ 8-ാം വർഷത്തിൽ സമുദ്രതീര പ്രദേശത്തേക്ക് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവരുടെ നേതൃത്വത്തിൽ 300 പേരടങ്ങിയ ഒരു സംഘത്തെ അയക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഹാരത്തിനായി ഒരു സഞ്ചി നിറയെ കാരക്കയും കൊടുത്തു. അവർക്ക് അവിടെ 15 ദിവസം താമസിക്കേണ്ടി വന്നു. അതിനിടയിൽ അവരുടെ ആഹാര സാധനങ്ങളും തീർന്നുപോയി. ആ സംഘത്തിലുണ്ടായിരുന്ന ഹസ്രത്ത് കൈസർ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നിട്ട് വില കൊടുത്തു കൊള്ളാമെന്നുള്ള കരാറിൽ ഒട്ടകങ്ങളെ വാങ്ങി ദിനവും 3 ഒട്ടകങ്ങളെ വീതം അറുത്ത് കൂട്ടത്തിലുണ്ടായിരുന്നവർക്ക് ഭക്ഷണം നൽകി. എന്നാൽ ഇപ്രകാരം ഒട്ടകങ്ങളെ അറുത്തു കഴിഞ്ഞാൽ മടക്കയാത്രയ്ക്ക് ബുദ്ധിമുട്ട് ഏർപ്പെടുമെന്നുള്ള ഭയത്താൽ സംഘത്തിൻ്റെ അമീർ ഒട്ടകങ്ങളെ അറുക്കുന്നത് തടഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്നവരുടെ പക്കൽ അവശേഷിച്ച ഈത്തപ്പഴമെല്ലാം ഒരു സഞ്ചിയിൽ ഒരുമിച്ച് കൂട്ടി ഓരോ ആൾക്കും ദിവസം ഒരു ഈത്തപ്പഴം വീതം നൽകി. അത് വായിലിട്ട് ഉറിഞ്ചി വെള്ളവും കുടിച്ചു. ദിവസം മുഴുവനും അവർ കഴിഞ്ഞുകൂടി. ഇത് പറയാൻ സാരമില്ല, പക്ഷേ ദേഹബലവും തൻ്റെ ഇടവും ഏറ്റവും കൂടുതൽ ആവശ്യമായ യുദ്ധസന്ദർഭത്തിൽ ഒരു ദിവസം ഒരു ഈത്തപ്പഴം മാത്രം തിന്നു കഴിയുക എന്നത് എത്ര വലിയ മനോദാർഢ്യവും ചങ്കൂറ്റവുമാണ്. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു അവർകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് ശേഷം ജനങ്ങൾക്ക് ഈ സംഭവം വിവരിച്ച് കേൾപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഹസ്രത്ത്, ഒരു ഈത്തപ്പഴം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകാൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരം: അതും കൂടി ഇല്ലാതായപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലായത്. വിശപ്പിൻ്റെ കാഠിന്യത്താൽ മരത്തിൻ്റെ ഉണങ്ങിയ ഇലകൾ അട്ടിച്ചിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് തിന്നുമായിരുന്നു. മനുഷ്യർ ബുദ്ധിമുട്ടുകളിൽ അകപ്പെടുമ്പോൾ എന്തും ചെയ്യാൻ നിർബന്ധിതനാകുന്നു. എന്നാൽ മനുഷ്യൻ വിഷമഘട്ടങ്ങളെ ക്ഷമയോടുകൂടി തരണം ചെയ്യുമ്പോൾ അള്ളാഹു അവൻ്റെ സഹായം നൽകി എളുപ്പമായ മാർഗം നൽകും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അവർ സഹിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സമുദ്രത്തിൽ നിന്നും അംബർ, അതായത് ഒരുതരം മത്സ്യം അവർക്ക് വേണ്ടി കരക്കടിപ്പിച്ചു. തിമിംഗലത്തിനാണ് അംബർ എന്ന് പറയുക എന്ന് പറയപ്പെടുന്നു.
18 ദിവസം വരെ ആ മത്സ്യത്തിൻ്റെ മാംസം ഭക്ഷിച്ചുകൊണ്ട് സുഖമായി അവർ കഴിഞ്ഞുകൂടി. മദീനയിലെത്തുമ്പോഴും ആ മത്സ്യഭക്ഷണം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ യാത്രയിലുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം വിശദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവരിച്ച് കേൾപ്പിച്ചപ്പോൾ, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി അയച്ച പ്രത്യേക ഭക്ഷണമാണ് അതെന്ന് പറയുകയുണ്ടായി. ഈ ഹദീസ് സഹീഹ് മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. ഭൂമിലോകത്ത് ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും മനുഷ്യർക്ക് ഉണ്ടായിക്കൊണ്ട് തന്നെയിരിക്കും. പ്രത്യേകിച്ച് അള്ളാഹുമായി കൂടുതലെടുക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നബിമാർ അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ ക്ലേശം നൽകപ്പെട്ടവരാണ്. പിന്നീട് അവരുമായി ഏറ്റവും അടുത്തവരും അവർക്ക് ശേഷം പിന്നീട് കൂടുതൽ മഹാത്മ്യമുള്ളവരുമാണ്. മനുഷ്യൻ്റെ ദീനിയായ അവസ്ഥയനുസരിച്ച് അവനിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്ഷമയ്ക്ക് ശേഷം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സഹായമുണ്ടാകുന്നതാണ്. നാം ഇന്ന് സ്വന്തം കരങ്ങളെ കൊണ്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദീൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികരായ മഹാത്മാക്കൾ എന്തെല്ലാം രീതിയിലുള്ള കഷ്ടതകൾ അനുഭവിച്ചു. ആ മഹാത്മാക്കൾ വിശപ്പിൻ്റെ കാഠിന്യത്താൽ മരത്തിൻ്റെ ഉണങ്ങിയ ഇലകൾ കുതിർത്ത് തിന്നു, അവരുടെ രക്തങ്ങൾ ഒലിപ്പിച്ചു. ഈ നിലയിലെല്ലാം അവർ പ്രചരിപ്പിച്ച പരിശുദ്ധതയും നിലനിർത്താനെങ്കിലും നാം ഇന്ന് ശ്രമിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എത്രമാത്രം നമ്മൾ പ്രയാസപ്പെടണം, എത്രമാത്രം വിഷമിക്കണം എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ബഹുമാന്യരായ സ്വഹാബാക്കളുടെ എല്ലാ നടപടികളും സ്വഭാവങ്ങളും മനുഷ്യലോകത്തിന് ആകമാനം അന്വേഷിച്ചറിഞ്ഞ് പിൻപറ്റാൻ യോഗ്യമായതാണ്. അല്ലാഹു തആല അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹവാസത്തിനായി അവരെ തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് അവർക്ക് അപ്രകാരമാകാതിരിക്കാൻ എങ്ങനെയാണ് കഴിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാലത്ത് റസൂലായി അയക്കപ്പെട്ടു. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ കാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാലം നബിയുടെ കാലവും ഏറ്റവും ശ്രേഷ്ഠരായവർ നബിയുടെ സഹവാസത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സഹാബാക്കളായിരുന്നുവെന്ന് വളരെ വ്യക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മയ്യിത്ത് സംസ്കരണം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഒരു സ്ത്രീ അവരുടെ വിരുന്ന് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആളെ അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടത്തിലുണ്ടായിരുന്ന ചില സഹാബാക്കളോടൊപ്പം ക്ഷണം സ്വീകരിച്ച് ആ വീട്ടിൽ പോയി ആഹാരം മുന്നിൽ കൊണ്ട് വന്നു വെക്കപ്പെട്ടപ്പോൾ ഒരു പിടി ആഹാരം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ വെച്ച് ചവച്ചിട്ട് തൊണ്ടയിലേക്ക് അത് ഇറങ്ങാതിരിക്കുന്ന അവസ്ഥ ജനങ്ങൾ കാണുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഉടമസ്ഥൻ്റെ അനുവാദം കൂടാതെ കൊണ്ടുവന്ന ആടിൻ്റെ ഇറച്ചിയാണെന്ന് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞു. ഉടനെ ആ സ്ത്രീ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ആട് വാങ്ങാൻ വേണ്ടി ആട്ടിൻപറ്റത്തിലേക്ക് ആളെ അയച്ചു. അവിടെ നിന്നും അത് കിട്ടിയില്ല. പിന്നീട് എൻ്റെ അയൽക്കാരൻ വാങ്ങി നിർത്തിയിരുന്ന ഒരാടിനെ വാങ്ങാൻ വേണ്ടി വിലയും കൊടുത്ത് ഞാൻ ആളെ അയച്ചപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആടിനെ കൊടുത്തയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജയിൽവാസികൾക്ക് ഇത് കൊണ്ടുപോയി ഭക്ഷിപ്പിക്കുക എന്ന് കൽപ്പിച്ചു. ഈ ഹദീസ് അബൂ ദാവൂദ് റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉന്നത പദവിയെ കണക്കിലെടുക്കുമ്പോൾ ഹറാമോ ഹലാലോ എന്ന് സംശയകരമായ ഒരു ആഹാരം തങ്ങളുടെ വായിൽ നിന്നും കീഴ്പോട്ടിറങ്ങാതിരിക്കുന്നത് അത്ര വലിയ അത്ഭുതകരമായ ഒരു കാര്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാസന്മാരിൽ സാധാരണക്കാരായ ചിലർക്ക് പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അല്ലാഹു മഹാത്മാക്കളായ ഈ സഹാബത്തിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും പിൻപറ്റി ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.